ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 34-ാമത്തെ വാക്യം. യൂദ യാക്കോബിൻ്റെയും യാക്കോബ് ഇസഹാക്കിൻ്റെയും ഇസഹാക്ക് അബ്രഹാത്തിൻ്റെയും അബ്രഹാം തേരായുടെയും തേര നാഹോറിൻ്റെയും പുത്രൻ. പരിശുദ്ധ തൃത്വ ദൈവത്തിന് സ്തുതി. ദാവീദ് രാജാവിന് മുൻപുള്ള 12 തലമുറകൾക്ക് മുൻപുള്ള ഒരു പിതാമഹൻ, ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളുടെ പിതാവായ യാക്കോബിൽ എത്തി നിൽക്കുന്ന യേശുവിൻ്റെ വംശാവലി. ഇസഹാക്കിൻ്റെയും റിബേക്കയുടെയും പുത്രൻ, ഏശാവിൻ്റെ സഹോദരനായ യാക്കോബ്. ആ യാക്കോബ് 12 ഗോത്രപിതാക്കന്മാരുടെയും ദീനായുടെയും അപ്പൻ. യാക്കോബിന് പിന്നീട് ദൈവം കൊടുക്കുന്ന പേരാണ് ഇസ്രായേൽ. ദൈവം തിരഞ്ഞെടുത്ത ജനത്തിന് ഇസ്രായേൽ എന്ന സ്വന്തം പേര് വീഴാൻ തക്കവണ്ണം പ്രശസ്തനായ യാക്കോബിൻ്റെ കഥ ഉൽപ്പത്തി പുസ്തകത്തിൽ 4/1 ഭാഗത്തായി നീണ്ട് കിടക്കുകയാണ്. ക്രിസ്തുവിന് മുൻപ് ഏകദേശം 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യാക്കോബ്, പുതിയ നിയമത്തിൽ പിതാവായ ഇസഹാക്കിനും പിതാമകനായ അബ്രഹാമിനുമൊപ്പം പൂർവ്വ പിതാവായി ആദരിക്കപ്പെടുന്ന യാക്കോബ്. ഒരിക്കൽ ക്രിസ്തു സാധൂക്യരോട് പുനരുത്ഥാനത്തെപ്പറ്റി പറയുമ്പോൾ ക്രിസ്തു പറയുന്ന മറുപടിയിൽ നമുക്ക് വ്യക്തമായി പൂർവ്വപിതാക്കന്മാരുടെ പേരുകൾ ദൈവത്തിൽ നിന്നും കേൾക്കുവാൻ സാധിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 30 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം, പുനരുത്ഥാനത്തിൽ സ്വർഗദൂതന്മാരെ പോലെയാകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അങ്ങനെ സ്വപ്നം കാണുന്ന നമുക്ക് ഓരോരുത്തർക്കും അവൻ്റെ ആ ഇമ്പകരമായ സ്വരം നമ്മുടെ കാതുകളിൽ കേൾക്കുവാൻ സാധിക്കണം. ഏതാണ് ആ സ്വരം? ഞാൻ അബ്രഹാമിൻ്റെ ദൈവം, ഞാൻ ഇസഹാക്കിൻ്റെ ദൈവം, ഞാൻ യാക്കോബിൻ്റെ ദൈവം, ഞാൻ മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന യേശു. അതെ, ദൈവം നമുക്കൊരുറപ്പ് തരികയാണ്. നമ്മൾ ശാരീരികമായി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നുണ്ടെങ്കിലും നമ്മുടെ ആത്മാവ് എന്നും അവനോടുകൂടെ ജീവിക്കുന്നു. വീണ്ടും ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു ഇടുങ്ങിയ വാതിലിലൂടെ രക്ഷയിലേക്ക് പ്രവേശിക്കാൻ പരിശ്രമിക്കുവിൻ എന്ന് നമ്മൾ ഓരോരുത്തരോടും പറഞ്ഞു തരുന്ന ഒരു സമയമുണ്ട്. അവിടെ യേശു തന്നെ പറയുന്നു, അനേകം പേർ പ്രവേശിക്കുവാൻ ശ്രമിക്കും, എന്നാൽ എല്ലാവർക്കും സാധിക്കുകയില്ല. അബ്രഹാമും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായി നമുക്ക് കാണുവാനും അവിടെ നിന്ന് പുറം തള്ളപ്പെടാത്ത വിധത്തിൽ രക്ഷയുടെ ഇടുങ്ങിയ വാതിലിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ആ രക്ഷയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മടിയിൽ നമുക്ക് പാർക്കുവാനുള്ള അർഹത നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.